ഒരു അപകടം സംഭവിച്ചു, കൈക്ക് 7 സ്റ്റിച്ച് ഇടേണ്ടി വന്നു. കർത്താവിന്റെ വിടുതലിനായി ദൈവത്തിന് സ്തോത്രം. Hallelujah. He had gone through an incident. She has 7 stitches in her hand, but God has kept her safe. നമ്മുടെ എല്ലാ വീടുകളിലും ഈ ആഴ്ചയിൽ ദൈവം ചെയ്ത നന്മകൾക്കായി നമുക്ക് ദൈവത്തിന് നന്ദിയോട് സ്തോത്രങ്ങളാണ്. In every house, God has blessed us, and let us praise God for that. ഈ ആഴ്ച പ്രത്യേകിച്ച് നമ്മെ ദൈവം സത്യത്തിന് വേണ്ടി നിർത്തിയതോർത്ത് നാം സന്തോഷിച്ചുകൊണ്ട്, This week especially, we have to be being in the presence of God that He has kept us for truth. നാം ഒക്കെ ഒരു കാലത്ത് ദൈവികം എന്ന് വിചാരിച്ച് ദൈവവചനത്തിന് അനുസരണമില്ലാത്ത പല കാര്യങ്ങളും കാട്ടിക്കൂട്ടിയവരാണ്. Once upon a time, we used to travel through a path where God did not even like it. നമുക്ക് ലഭിച്ച വിടുതല് എത്രയോ ശ്രേഷ്ഠമാണ്. The deliverance that we received is so precious. ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തിയ സത്യത്തിന് വേണ്ടി നാം ശക്തമായി നിൽക്കണമെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിക്കുന്നു. In the name of the Lord, I urge you that the reality and the truth that is in our heart, we have to stand for it. ലോക സംഭവങ്ങൾ വിലയിരുത്തിയപ്പോൾ ഇപ്പൊ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് എന്റെ ഹൃദയത്തിൽ ഒരു ചിന്താതിബന്ധം. When I was thinking about a lot of things which is happening around the world, God gave me a situation in my mind. പിശാച് ഒരു മനുഷ്യനെ ദൈവമാക്കിയാൽ അവൻ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആന്റിക്രൈസ്റ്റിന്റെ സ്വഭാവം പഠിച്ചാൽ, If devil wants to make a man seem like a god, how he will look, but the same way like an antichrist. ഞാൻ സ്വർഗത്തിൽ കയറും ദൈവത്തോട് സമനാകുമെന്ന് പറഞ്ഞാണ് ലൂസിഫർ ദൈവത്തിൽ നന്ദിപ്പെട്ടു പോയി. I'm going to raise to the heavens and I will be equal to God, and that's how Lucifer was cast down. അന്ന് മുതൽ അവന്റെ അകത്ത് കിടക്കുന്നതാണ് ദൈവത്തെ പോലെ ആകണം. From that day onwards, it is only in his mind that he should be like God. അതാണ് ഒന്നാമത്തെ മനുഷ്യനായ ആദാമിന്റെയും ഹവ്വയുടെയും അടുക്കൽ അവൻ കൊടുത്ത വാഗ്ദാനം. That is the first promise been given to Adam and Eve as well by നിങ്ങൾക്ക് Lucifer. ദൈവത്തെ പോലെയാകാം. You can become like God. അവൻ എങ്ങനെയെങ്കിലും ദൈവത്തെ പോലെ ചിലതിനെ ഉണ്ടാക്കണം. Anyhow, he wants some people to seem like they are God. അവനാകാൻ ഒത്തില്ല, അതുകൊണ്ട് അവനത് പരാജയപ്പെട്ട് മാറുകയല്ല. He couldn't be like God, so he's not claiming that he's defeated, but he's moving more. അവന് ദൈവത്തെ പോലെ എന്തിനെങ്കിലുമൊക്കെ ആക്കണം. He needs to make something or the other like God himself. അതുകൊണ്ട് ഏറ്റവും ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യനെ ദൈവത്തെ പോലെ ആക്കണം. So the prime thing that he's doing is to make a man like God. ആദാമിന്റെ അടുക്കൽ അവൻ അത് ആഗ്രഹിച്ചു, പക്ഷേ ദൈവം സമ്മതിച്ചില്ല. He tried to put it on Adam, but God did not allow at that time. ആദമിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതേ നടക്കത്തുള്ളൂ, പിശാച് ആഗ്രഹിക്കുന്നത് നടക്കത്തില്ല. What God wants to be for Adam will only happen. What Satan needs will never happen there. അവിടെയും സാത്താൻ പരാജയപ്പെട്ട പിന്മാറുകയല്ല. Over there as well, Satan did not claim defeat and coming back. അവനൊടുവിൽ ഒരു മനുഷ്യനെ ദൈവത്തെ പോലെയാക്കും. At the end, he will make a man look like God. അവൻ ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാഭിഷേകമെന്നോ പേരുള്ളതിന്റെ മേൽ കയറിയിരിക്കും. And he will portray himself like he is God, and he's going to stand there. അതാണ് ആന്റിക്രൈസ്റ്റ്. He is called Antichrist. ആന്റിക്രൈസ്റ്റ് ഒരു മനുഷ്യനാണെന്ന് മറക്കരുത്. Do not forget that Antichrist is a man himself. അഥവാ ഒരു മനുഷ്യനിൽ പൈശാചിക മൂർത്തി കിടക്കുന്നതാണ്. In a man, a demonic act which is going on. കണ്ടോ, ഒരു മനുഷ്യനെ ദൈവമാക്കി മാറ്റുന്നത്. Do you see how Satan makes a man like God? മനുഷ്യനെ ദൈവമാക്കിയാൽ ആ മനുഷ്യനെ കഴിയും. If a man is becoming like the devil, how is going to become in that form? പിശാച് ഒരു മനുഷ്യനെ ദൈവമാക്കിയാൽ അവന്റെ സ്വഭാവം ആന്റിക്രൈസ്റ്റിന്റെ സ്വഭാവമായി. If the devil makes a man seem like God, his character will be like the Antichrist. ദാനിയേൽ പ്രവചനത്തിലും വെളിപ്പാട് പുസ്തകത്തിലും തെസ്സലോനിക്ക ലേഖനത്തിലും ആന്റിക്രൈസ്റ്റിന്റെ സ്വഭാവങ്ങൾ ഉയർത്തി കാണിക്കുന്നു. In Daniel, Revelation, and Thessalonians, it is stated how Antichrist will look. അത് പഠിച്ചാൽ നമുക്ക് ഭയം തോന്നും. When we study that, we will be fearful. എന്നാൽ ആ മനുഷ്യനെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുന്നതിന് മുൻപ് അവന് അനുകൂലമായ അവനെ പോലെ അനേകരെ പിശാചി ഭൂമിയിൽ ഒരുക്കും. Even before he is being seen into this world, there will be a lot of people who will be like him in this world. What Satan will do. അത് ഇന്ന് കൂടുതൽ ഈ ഭൂമിയിൽ
ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. And now in this world they are farming in many different areas. അതുകൊണ്ടാണ് മനുഷ്യനെ കൊന്നു മാറ്റുന്നത് ഒരു നല്ല കാര്യമായി ഇന്ന് പല മനുഷ്യരും കാണുന്നു. That's why slaughtering man here and there, people or man seem that it's a very good thing. അനേകം മനുഷ്യരുടെ കഴുത്ത് മുറിച്ച് മാറ്റുമ്പോൾ അത് ഒരു സന്തോഷമായി മനുഷ്യൻ കാണും. Man is looking whenever they slaughter to the neck of another man, they feel it is a good thing. കഴിഞ്ഞ ദിവസം ഞാൻ വായിക്കുകയുണ്ടായി, ഭീകരന്മാർ മനുഷ്യനെ കഴുത്ത് മുറിച്ചിട്ട് അതിന്റെ തല അവരുടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കുവാനായിട്ട് ഇട്ട് കൊടുക്കും. I read last time that the evil man cut throat the head of people and is giving to their children to play with. ആ കുഞ്ഞുങ്ങള് ആ തലയിൽ തുപ്പുകയും ചവിട്ടുകയും തൊടുകയും ഒക്കെ ചെയ്യും. And the children is stamping and spitting and everything on the head. ഒരു പന്ത് കളിക്കുന്നത് പോലെ കുഞ്ഞുങ്ങളുടെ മുമ്പിലേക്ക് മാതാപിതാക്കൾ മനുഷ്യനെ കൊന്നിട്ട് തല മുറിച്ച് തലയിട്ട് കൊടുക്കുന്നത് പറഞ്ഞാൽ എത്ര ഭയങ്കരം ദൈവമക്കൾ ചിന്തിക്കും. Just imagine yourself like a ball being given to throw in front of the children in the same way head is cut out and given to play for the children. കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് തോക്ക് കൊടുക്കുകയാണ് പ്രായമായി നിൽക്കുന്ന മനുഷ്യരെ വെടിവെച്ച് കൊല്ലുവാനായി. Small children are being given the guns in their hands so that they may kill other people. എങ്ങനെ ഇതൊക്കെ മനുഷ്യന് സാധിക്കും? How is it possible for any man to do? ദൈവമക്കൾ മനസ്സിലാക്കണം, ആന്റിക്രൈസ്റ്റിനെ പോലെയുള്ളവരെ പിശാചി ഭൂമിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. Children of God, you have to understand that Satan is preparing like the Antichrist, same like character in this world. സമയത്തിന് ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മനുഷ്യർ ഉഗ്രന്മാരാകുമെന്നുള്ളത്. It is like man will be completely into evilness, and that is the last time that we see that. എന്തും ചെയ്യുന്നത് മടിയില്ലാത്ത തലമുറയായി മനുഷ്യർ. It will be a generation who will not hesitate to do anything. അതിനുവേണ്ടി ഇവിടുത്തെ ഭരണകർത്താക്കന്മാരെ പിശാച് ഉപയോഗിക്കും. Satan is going to use the royal people here. അവന് ഈ അന്ധകാര ലോകത്തിന്റെ അധിപതി എന്ന് പേരുണ്ടല്ലോ. And because then he knows that he is controlling the world right now. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള വാഴ്ചകളുടെ മേൽ അവൻ അവന്റേതായ ശക്തി ഉപയോഗിക്കും. So Satan is going to use his entire strength towards authority. ഭരണകർത്താക്കന്മാർ ഈ ക്രൂരതയ്ക്കും പാപത്തിനും കൂട്ടുനിൽക്കും. And the authority of every place will be supportive for the sinful nature. അവൻ നല്ല നിയമങ്ങളെ മാറ്റിക്കളയും. They will turn away the good laws. നന്മയ്ക്ക് തിന്മയെന്നവൻ പേര് കൊടുപ്പിക്കും. For goodness it will be turned to evil name. ഇന്ന് നന്മയെന്ന് പറയുന്നത് പലതുമല്ല, നന്മയെന്നവൻ പഠിപ്പിക്കും. He will start teaching that what is a good right now is not a good thing. തിന്മകളെ നന്മകളായി മനുഷ്യന് തോന്നിപ്പിക്കും. Man will start thinking that the evil things are the good enough. പാപബോധം മനുഷ്യന് നഷ്ടപ്പെടും. When not sin within himself will completely lost. ദൈവചിന്ത മനുഷ്യന് നഷ്ടപ്പെടും. The thought of God will be taken out. ഇതെല്ലാം കാണുമ്പോൾ ദൈവമക്കളൊക്കെ നമ്മുടെ കർത്താവ് വെളിപ്പെട്ടു. Looking at all things, the children of God should know our Lord is going to come back soon. നാം പ്രതീക്ഷിക്കുന്ന സമയത്തേക്കാൾ നമ്മുടെ കർത്താവിന്റെ വേഗത്തിലാണ്. More than what we expect the time, our Lord will come before us. വളരെ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൃപയിലുണ്ടാകാൻ കഴിയത്തുള്ളൂ. Only if we are very careful in our spiritual life, we can stand for Him. I'm exhorting the name of the Lord this evening to stand for the Lord. Hallelujah. എന്റെ മനസ്സിലെ ചെറിയ ആഗ്രഹം ദൈവം തരുന്നു. നമുക്ക് പ്രത്യേക മീറ്റിംഗുകൾ വെക്കണം. ചിലരെങ്കിലും കർത്താവിന്റെ വചനം കേട്ട് ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെടണം. I have my things in my mind that we have to conduct some special meetings so little more people may come to Christ. സഹോദരങ്ങളെ, നാമൊക്കെ ഇവിടുന്ന് പോകാറായി. നമ്മുടെ കർത്താവ് എത്രയും വേഗം വരും. We all will go one day and our Lord is going to come back soon. നിങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ദൈവവേലയ്ക്ക് വേണ്ടി ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം. Take away all your other things and focus on the gospel and reaching out the word of God to others. ഈ അമേരിക്ക മുഴുവൻ വില കൊടുത്തു വാങ്ങുന്നതിനേക്കാൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഭാഗ്യമാണ് ഒരു വ്യക്തിയെ കർത്താവിന് വേണ്ടി നേടിയ. If you are able to buy the entire America with your wealth, but if you are able to gain one soul, that is important in God's sight. താമസിയാതെ സാക്ഷാൽ ജീവിക്കുന്ന പല ദൈവമക്കളും പാസ്റ്റർമാരും ജയിലുകളിൽ അടയ്ക്കപ്പെടുമെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളേ. You have to understand that in due time the people and the pastors who diligently work for the Lord will be in prisons. പിശാചുകളെ കൊന്നു
മാറ്റുവാൻ ആൾക്കാരെ ഉപയോഗിക്കാൻ പോകുകയാണ്. Devil is going to use a lot of people to slaughter them. ദൈവങ്ങളുടെ പ്രാർത്ഥന അത് അത്യാവശ്യമായി ഞാൻ ഇതിനകത്ത് ചോദിക്കുകയാണ്. This night I'm urging each and every one of you to continue to pray. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വ്യത്യാസം ലോകത്തിന് പെട്ടെന്ന് സംഭവിക്കും. More than what we think, the world will change dramatically. തമാശല്ല, ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. It is not a joke, just be prepared yourself to go with the Lord. ഒരു ചെറിയ കൂട്ടമേ കർത്താവിന് വേണ്ടി കാണത്തുള്ളൂ. A very small group will be available for the Lord. ഞാനും നിങ്ങളും ഉൾപ്പെടണമേ. Me and you should be one of those. പട്ടണത്തിൽ കയറുവാൻ അധികം പേരെ കിട്ടിയില്ല. Not many people were able to go into the Ark of Noah. പട്ടണം പണിതവർക്ക് പോലും അതിൽ കയറുവാൻ സാധിച്ചില്ല. People who even built it were not able to go inside. നമുക്ക് നമ്മുടെ കർത്താവിന് വേണ്ടി ഒരുങ്ങുക. Let us be prepared for our Lord's coming. നാളെ ഈസ്റ്ററായിട്ട് ആഘോഷിക്കുന്ന ഒരു സമയമായിട്ട് നമുക്കറിയാമല്ലോ. We know that tomorrow is considered the Easter day. ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ ഉയർപ്പം എന്നതിന്റെ അർത്ഥം. Easter, which means is not a resurrection. പലരും വിചാരിക്കുന്ന ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ കർത്താവ് ഉയർത്തുന്നു. Many people think that Easter is considered as a resurrection. അതൊരു പുറജാതി ദേവിയുടെ പേരാണ്. It is a goddess's name behind it. യേശുക്രിസ്തുവിന്റെ ഉയർപ്പും ഈസ്റ്ററുമായിട്ടൊരു ബന്ധവുമില്ല. There is no relation between Easter and Jesus Christ. ഇന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ സുസി ചോദിച്ചു, ഈ മുട്ട എന്തിനാണ്? When we're coming to the church, Susie and I asked, like, what is this egg for? ക്രിസ്തീയ മതത്തിന് അല്ലെങ്കിൽ ക്രിസ്തീയ മാർഗത്തിന് വിരുദ്ധമായിട്ട് ലോകത്ത് പലതുമുണ്ടല്ലോ. Against Christianity, there are a lot of things happening in the world. പുറജാതി മതങ്ങളിൽ നിന്ന് ക്രിസ്തീയ മാർഗം മതക്കാർ കടം വാങ്ങിയ പലതുമുണ്ട്. The lot from different cultures, Christianity has adopted a lot of things. അതിൽ ഒരു കാര്യമാണ് ഈ മുട്ട. Then one of those things is this egg. നമ്മുടെ കർത്താവിന്റെ മരണമോ അടക്കമോ ഉയർപ്പോ മടങ്ങിവരവോ വേദപുസ്തകമോ ബന്ധത്തിൽ മുട്ടയൊരു വിഷയമേ ഇല്ല. In relation with Jesus' birth, his time over here, his death, his resurrection, his coming back, nothing has relation with this egg. യേശുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയപ്പോൾ പത്രോസിനോട് ബന്ധത്തിൽ കോഴി കൂവി എന്ന പുസ്തകത്തിലുണ്ട്. According when Jesus was going to be crucified, it was Peter, the cock crowed over there. പക്ഷേ കൂവുന്ന കോഴി പൂവൻ കോഴിയല്ലേ, അത് മുട്ടയുമായിട്ട് ബന്ധമില്ല. But the cock is crowing, we cannot hatch eggs. ഇത് പുറജാതി മതത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾ കടമെടുത്തതാണ്. From other cultures, it is Christianity has taken and adopted this. ആകാശത്ത് നിന്ന് യൂഫ്രട്ടീസ് നദിയിലേക്ക് വലിയൊരു മുട്ട വന്നു വീണു. From the heaven to the Euphrates river, there's a great egg which fell down. മത്സ്യങ്ങൾ അത് ഉരുട്ടി കരയ്ക്ക് കയറ്റി കൊടുത്തു. And the aquatic animals pushed it towards the land. അതിന്റെ പുറത്ത് പ്രാക്കൾ പൊരുന്നിയിരുന്നു. And lot of pigeons were on top of it. അത് വിരിഞ്ഞപ്പോൾ ഒരു ദേവി വെളിയിൽ വന്നു. And when it hatched, it was the form of a goddess. ആ ദേവിയുടെ പേരാണ് അന്റാസ്റ്റിക്ക. And her name was Antastica. യൂനസ് എന്നൊക്കെ ആ ദേവിയെ പല സ്ഥലങ്ങളിൽ വിളിക്കും. In different places, all there, she also called as Eunice. ആ ദേവിയുടെ പേരിലാണ് ഈ മുട്ട ഇറക്കുമതി ചെയ്യപ്പെടുന്നത്. And in her name is this egg being distributed in different places. ഈ ദേവിയെ ആരാധിക്കുന്ന ഇടങ്ങളിൽ വലിയ മുട്ടയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. Where this goddess is being worshipped at that time, there's an image of the egg formed there. ആ ദേവിക്ക് ഈസ്റ്റർ ദേവത എന്നും കൂടെ പേരുണ്ട്. It's also known as an Easter goddess. ആ പേരിൽ നിന്നാണ് ഈസ്റ്റർ എന്ന പേര് കിട്ടിയത്. And from that name came Easter. ഉയർത്തെഴുന്നേൽപ്പ് എന്ന അർത്ഥം ഈസ്റ്റർ എന്ന വാക്കിനില്ല. The resurrection did not resemble Easter. എന്നാൽ ഈ മുട്ടയും ഈ ദേവിയെ സ്വീകരിച്ചപ്പോൾ യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് ദിവസത്തിന് ഈസ്റ്റർ എന്ന പേര് കിട്ടി. So when this egg and goddesses were accepted together, it was considered in relation with Jesus' resurrection. ആരംഭ കാലങ്ങളിൽ ചൈന ആദിയായ സ്ഥലങ്ങളാണ് മുട്ടയ്ക്ക് കളറുകൾ കൊടുത്തുകൊണ്ടിരുന്നത്. In first as times in China and different regions where they used to color this eggs. എന്നാൽ ഇപ്പോൾ ലോകത്തെല്ലായിടത്തും കളറുള്ള മുട്ടകളാക്കി മാറ്റിയിരിക്കുക. And now if we see all over the world, we see the colorful eggs. ഇത് നമ്മുടെ കർത്താവുമായി യാതൊരു ബന്ധവുമില്ല. This does not have any relation with our God. നല്ല ഒരു ഭക്ഷണമാണ് മുട്ട. It's a good food, it's an egg. എന്നാൽ ഈസ്റ്റർ മുട്ടയുമായി അല്ലെങ്കിൽ യേശുക്രിസ്തു ഉയർപ്പ് മുട്ടയുമായി യാതൊരു ബന്ധവുമില്ല. But Jesus' resurrection and the Easter egg do not have anything in common or resemblance. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനോട് ബന്ധത്തിൽ നിങ്ങളൊരു മുട്ട ഉപയോഗിക്കുന്നെങ്കിൽ അത് പാപമാണ്. If you're using a form of an egg or an egg in terms of Jesus' resurrection, it is a sin.
നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ഈസ്റ്റർ ദേവിക്ക് അടിമയാകുക. And you knowingly and knowingly you are subduing to the goddesses. നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. We should not encourage it. ദൈവത്തിന് ഏറ്റവും പ്രയാസമുള്ളത് അന്യായ ആരാധനയാണ്. The idol worship is something against God's plan. നിങ്ങൾ ദൈവത്തിന്റെ ശത്രുവാകുകയാണ് അന്യായ ആരാധനയ്ക്ക് അംഗീകാരം കൊടുക്കുമ്പോൾ. When you accept idolatry in your life, you are going away from God. നിങ്ങൾ ദൈവത്തെ ഇഷ്ടപ്പെടുന്നത് ദൈവത്തെ മാത്രം ഉയർത്തിപ്പിടിക്കുമ്പോഴാണ്. God only accepts and He wants that you have to raise Him above everything. നമ്മുടെ വീടുകൾ കർത്താവിന് വിശുദ്ധമായിരിക്കട്ടെ. Our home should be holy for God. നമുക്ക് അന്യായ ദൈവങ്ങളുമായി യാതൊരു ബന്ധവും പാടില്ല. We don't have any relation with the idols. ത്രിയേക ദൈവമായ പരിശുദ്ധ ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. We are worshiping the holy God in Trinity. ഹല്ലേലൂയ. Hallelujah. എനിക്ക് ഈ വിഷയത്തിൽ പഠിപ്പിക്കുവാൻ കഴിയുമെങ്കിലും എന്റെ സഹോദര സത്യത്തിന് സാക്ഷികളായിരിക്കുക. ഞാൻ ഈ ഭാഗത്തേക്ക് ഇനി അധികം കടക്കുന്നില്ല. I wanted to teach you a lot of things, but I know that each one of you are in Christ at this moment, so I'm not moving ahead with those topics. നിരീശ്വരവാദത്തെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. The atheist is considered in three different types. ഒന്ന്, തൽക്കാലം ശിക്ഷ പാപത്തിന് കിട്ടാത്തത് കൊണ്ട് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു. So for the moment they are not being punished, so they think that there is no God. രണ്ട്, ദൈവത്തെ കണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട്, തൊട്ട് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു. The second thing is they're not able to feel or see God, that's why they declare that there is no God. മൂന്ന്, ആത്മീയ നിരീശ്വരവാദം എന്ന് പറയും. ദൈവവചനത്തിൽ നിന്ന് ഉപദേശത്തിൽ നിന്ന് മാറി നിൽക്കുന്ന നിരീശ്വരവാദം. The third is also called a spiritual atheist who do not accept or walk in accordance to the law of the Bible. ഇതിൽ മൂന്നാമത്തത് പ്രത്യേകം ശ്രദ്ധിക്കണം. The third one you have to specifically look into. അവർക്ക് ദൈവത്തെ വിശ്വാസമുണ്ട്. They know God is. സർക്കാരും ശിക്ഷ കിട്ടാത്തത് കൊണ്ട് ദൈവമില്ല എന്നോട് വിശ്വസിക്കാതിരിക്കുന്നില്ല. It's not that they do not believe that for the moment they are not being punished. ദൈവത്തെ തൊടുവാനോ കാണാനോ കഴിയാത്തത് കൊണ്ട് ദൈവമില്ല എന്നോട് വിശ്വസിക്കാതിരിക്കുന്നില്ല. They are not trying not to believe because they cannot see or feel God. എന്നാൽ ദൈവത്തെ അറിഞ്ഞിട്ടും അവർ ദൈവ ഉപദേശത്തിൽ നിൽക്കുന്നില്ല. അതുകൊണ്ട് അവർ ദൈവമില്ലാത്തവരായി പോകുന്നു. They know they're being in the Lord, but they're not standing in the doctrines of the Bible. So that's why they are the third atheists. അവർ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടല്ലോ. They believe in God. ദൈവം ശിക്ഷിക്കുമെന്നും അവർ വിശ്വസിക്കുന്നുണ്ടല്ലോ. They also know that God will punish them. പക്ഷേ ദൈവത്തിന്റെ ഉപദേശത്തിൽ അവർ നിൽക്കുന്നില്ല. But they're not standing in the doctrine of the Bible. യോഹന്നാന്റെ രണ്ടാമത്തെ ലേഖനം 9-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാന്റെ രണ്ടാമത്തെ ലേഖനം 9-ാമത്തെ വാക്യം. Second Epistle of John. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തിനും ദൈവമില്ല. കണ്ടോ, ദൈവമില്ല. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. Whoever transgresses and does not abide in the doctrine of Christ does not have God. അവർ പറയത്തില്ല ഞങ്ങൾക്ക് ദൈവമില്ലെന്ന്. They are not saying that we do not have God. അവർക്ക് ദൈവമില്ലെന്ന് പറഞ്ഞ് ദൈവമാണ്. For them there is no God, is said by God Himself. അവരോട് ചോദിച്ചത് നിങ്ങൾക്ക് ദൈവത്തെ വിശ്വാസമുണ്ടോ? Ask them, do you believe in God? ദൈവത്തെ വിശ്വാസമുണ്ടോ? We believe. അവരോട് ചോദിച്ചത് നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ അറിയാമോ? Ask them, do you know Jesus Christ? യേശു ക്രിസ്തുവിനെ അറിയാം. They know Jesus. പക്ഷെ ദൈവം പറയുന്നു ഇവർ ദൈവമില്ലാത്തവരാണ്. But God Himself says they do not are in God. ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവകാര്യങ്ങൾ ചെയ്തിട്ടും ദൈവമില്ലാത്തവരുണ്ട്. There are certain people who knows God and they're doing for God, but still there is no God in them. നിങ്ങൾക്ക് എനിക്ക് ദൈവമില്ലാതെ ഇരിക്കുന്ന അവസ്ഥ വരുവാൻ എന്താ ചെയ്യേണ്ടത്? What should we do so that we don't have God in our soul? നാം കണ്ടെത്തിയ ഉപദേശം ബലികഴിച്ചാൽ മതി. So we just need to sacrifice what the doctrine has been told. ഇത് പലരും മനസ്സിലാക്കിയിട്ടില്ല. Many people do not realize it. നമുക്ക് പാടുവാനും പ്രാർത്ഥിക്കുവാനും പ്രസംഗിക്കുവാനും കഴിയും, ദൈവമില്ല. Without God we can sing, we can pray, and we can even preach. വേദപുസ്തകം പറയുന്നു ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തരും, അത് പാസ്റ്ററാണെങ്കിലും വിശ്വാസിയാണെങ്കിലും ആ വ്യക്തിക്ക് ദൈവമില്ല. The Bible clearly says if anybody transgress the doctrine, even though it's a pastor or a believer or anybody, there is no God in him. ഇതാണ് ആത്മീക നിരീശ്വരവാദം. This is a spiritual atheism. നമ്മൾ
ഈ വേദപുസ്തകത്തിന് വിരുദ്ധമായി ഇന്ന് നടക്കുന്ന അല്ലെങ്കിൽ ഈ കാണുന്നതിനൊക്കെ കൂട്ടു നിൽക്കുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം, നമ്മിൽ നഷ്ടപ്പെടുന്നത് ദൈവമാണ്. When we are abiding and we are just associating ourselves with different things of this world, remember we are going away from God. ഉദാഹരണം, നാളെ സഭായോഗം കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു വലിയ സദ്യ ഈസ്റ്ററിനുള്ള വെള്ളത്തിലുണ്ട് എന്ന് വെക്കുക. Just imagine after the church you have a great dinner or lunch in your home because of Easter. അല്ലെ നിങ്ങളുടെ സഹോദരങ്ങളുടെയോ നിങ്ങളുടെ കൂട്ടുകാരുടെയോ വീട്ടിൽ അങ്ങനെ ഒരു പരിപാടി വെച്ചിട്ട് നിങ്ങളെ കൂടെ വിളിച്ചിട്ടുണ്ട്. Just imagine that when your relation is calling you for lunch or dinner. അവർ വിളിച്ചേക്കുന്നത് ഈ പേരിലായിരിക്കും. നിങ്ങൾ ആ പേര് വിളിച്ചത് എല്ലാത്തിനും മറ്റൊരു പേരായിരിക്കും ഉപയോഗിച്ചത്. They did not call you in this name, but maybe for a different name they must have called you. ഇന്ന് അവധിയല്ലേ, നമുക്ക് എല്ലാവരും കൂടെ വിളിച്ച് ഒന്ന് കഴിക്കാം എന്നാ വിളിച്ചത്. They must have called you saying that it is a holiday, let's gather together. പക്ഷെ അവർ കൂടുന്നത് ഈസ്റ്ററിനാണ്. But they are gathering for Easter. നിങ്ങളവിടെ കൂടാതിരുന്നാൽ പോകാതിരുന്നാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ആ വിളിച്ചയാളുടെ സ്നേഹമാണ്. So if you are not going to that place, you are losing the love of that person. നിങ്ങൾ അതിൽ കൂടിയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ദൈവത്തെ. So when you are going there, you are losing God Himself. നിനക്ക് നിന്റെ സഹോദരിയുടെ സ്നേഹമാണോ വേണ്ടത്, നിന്റെ ദൈവത്തിന്റെ സ്നേഹമാണോ വേണ്ടത്? Do you want your sister's love or do you want your God's love? വേദപുസ്തകം പറയുന്നു അതിൽ കടന്നു പോയാൽ ദൈവമില്ല. The Bible says it has been transgressed, there is no God. ഇത് ദൈവമക്കളിൽ പലർക്കും അറിയത്തില്ല. Many children of God do not know about it. നിങ്ങൾ ധൈര്യമായി പറയണം, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, എന്നെ ഇതിന് കിട്ടത്തില്ല. You have to say diligently, I am a child of God, I will not come. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പി. You have to be against the Satan. ഈ ലോകത്തിലെ ഏത് ബന്ധവും ഒരു പിടി മണ്ണ് കൊണ്ട് അവസാനിക്കും. Any relation in this world will end with some dust. ഞാൻ തീർന്നു പറയുന്നു, ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ആരും ഓർക്കത്തില്ല. After 100 years, nobody will even know each other. നമ്മൾ മരിച്ചാൽ 100 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നമ്മെ ഓർക്കുന്ന ആരുണ്ട് ഈ ലോകത്ത്? After 100 years of our death, who will remember us? ഇല്ല സഹോദരങ്ങളെ, നമ്മെ ഓർക്കാൻ ഈ ലോകത്ത് ആരും നടത്തില്ല. There will nobody in this world who will remember us. എന്നാൽ ഓർക്കുന്ന ഓർക്കുന്ന ആളുടെ ദൈവം എന്ന് പറയുന്നത് And the God will remember you forever. ഒരു സഹോദരൻ, ഒരു സഹോദരി, ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ഒരു മക്കളും നിന്റെ ചില നാൾ കഴിഞ്ഞാൽ നിന്നെ ഓർക്കത്തില്ല. No brother, no sister, no husband, no wife, no children will remember you after a certain time. ഈ ലോകത്തിലെ ബന്ധമല്ല വലുത്. The relation of the world is not important for you. ദൈവത്തോടുള്ള ബന്ധമാണ്. It's the relation with God Himself. സത്യത്തിന് സാക്ഷിയാകുക ദൈവം നമ്മെ വിളിച്ചു. God has called us the witness of truth. വ്യർത്ഥമായതോട് അന്ധവിശ്വാസത്തോട് യാതൊരു അതിൽ തന്നെ നിലനിൽക്കട്ടെ. Against you are telling us everything is meaningless and worthless. You have to be standing in that. കുരിശെടുക്കാതെ യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ നമുക്ക് കഴിയത്തില്ല. Without carrying the cross, we cannot be the disciple of Jesus. ക്രിസ്തു നിമിത്തം പാപത്താക്കുവാൻ ഈ ആളെ വിട്ടുകൊടുക്കണം. Because of Christ, there is the food in this world. മനുഷ്യത്തെ കുറിച്ചിട്ട് ഓർമ്മപ്പെടുത്തട്ടെ. ദൈവത്തോട് കൂടി ആയിരിക്കുന്നത് അഭിമാനമായി കാണണം. Let the life be like you say, not be anything. Just stand for God. Hallelujah. Stotram. ഈ സത്യം ദൈവമക്കളെ ഗ്രഹിക്കും. You have to understand this truth. ഞാൻ ഇന്ന് ഒരു പാഠം ഇതിൽ കൂടെ നിങ്ങളെ പഠിപ്പിക്കാം. I'm going to teach you a lesson out of this. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം മനുഷ്യനോട് വസിപ്പാൻ ഇഷ്ടപ്പെടുന്ന ബന്ധമാണ്. Over the weeks we have been learning God is expecting and He likes to be abiding with mankind. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ കൂടുതൽ ഞങ്ങളുടെ എന്നാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. We are learning our Father in heaven, ours, what we are learning. അതിൽ ആദ്യം നാം പഠിച്ചത് ദൈവിക പുത്രം യോജിച്ചു നിൽക്കുന്നതാണ്. The first that we learn is the Trinity, God being together. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഒരുമിച്ച് നിൽക്കുന്നു. Father, Son and Holy Spirit togetherness. രണ്ടാമത് നമ്മൾ പഠിച്ചത് ദൈവം ആ കൂട്ടിൽ നമ്മെ കൂടെ ചേർക്കുവാൻ ഇഷ്ടപ്പെടുന്നു. The second thing what we learn in that unity, God wants us also to be there. മനുഷ്യനും തമ്മിൽ കൂട്ടുകൂടുന്നു. The God and man are friends. എന്നാൽ ഈ കൂട്ട്
ദൈവമായുള്ള ഈ കൂട്ട് നഷ്ടപ്പെടുത്തണമെന്നാണ് പിശാചിന്റെ ആഗ്രഹം. But the friendship of God and man, Satan wants it to be broken. അതിന് പഴയ നിയമത്തിലെ കാര്യങ്ങൾ മറ്റൊരു ദിവസം നമുക്ക് പഠിക്കാം. So the Old Testament things we'll learn at a different time. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ When we come towards the New Testament, യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് ഇമ്മാനുവേലായിട്ടാണ്. Jesus Christ came into this world called Emmanuel. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ. In other words, means God is with us. ആ യേശു ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. When Jesus was going away from this earth, he said, I will not leave you alone, I will be with you forever. ഞാനും നിങ്ങളും ഇനി പിരിയുന്നില്ല. ഇതാണ് യേശു നമുക്ക് തന്ന വാക്ക്. Jesus gave his word, me and you will not depart. അവൻ മരിച്ച ശേഷവും വെളിപ്പെട്ടപ്പോൾ സഭകളുടെ നടുവിൽ യേശു വെളിപ്പെട്ടു. Even after he died and resurrected, he came in the midst of the church. എന്നാൽ സഭകളുടെ നടുവിൽ വെളിപ്പെട്ട യേശു ലവോദിക്ക സഭയെക്കുറിച്ച് എഴുതിയപ്പോൾ സഭയ്ക്ക് വെളിയിലായി പോയി. But when Jesus was writing about the divinity appearing in the midst of the church of the Laodicean church, he wrote, he's outside. എന്നിട്ടും പോകാൻ മനസ്സിലാതെ യേശു വാതിൽക്കൽ മുട്ടുകയാണ്. But still he was hesitant to go ahead, still he's knocking at the door. എനിക്കാണെന്ന് നിങ്ങളുടെ ഉള്ളിൽ ആശയുണ്ട്, നിങ്ങൾ തുറക്കരുത് പറഞ്ഞ് യേശു മുട്ടുകയാണ്. Jesus is knocking at the door and saying, open so that I can come and be with you. എങ്ങനെയാണ് അകത്തുണ്ടായിരുന്ന യേശു വെളിയിൽ പോയത്? How was Jesus inside or outside? വെളിപ്പാട് പുസ്തകം എടുത്താട്ടെ. അതിന്റെ 2-ാം അധ്യായത്തിൽ വരുമ്പോൾ യേശു സഭയുടെ അകത്തുള്ളത് നാം കാണുന്നു. Revelation 2 indicates Jesus inside the church. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊന്നിൽ വിളക്കുകളുടെ നടുവിൽ നടക്കുന്നവർ അരുളി ചെയ്യുന്നത്. കണ്ടോ, 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ. ഇനി അതിന്റെ 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. 1:20. ഇനി സംഭവിക്കാനുള്ളതും വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊന്നിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്കുകൾ 7 സഭകളാകുന്നു. 7 നിലവിളക്കുകൾ 7 സഭകളാകുന്നു. The 7 lampstands of the 7 churches. ആ 7 സഭകളാണ് എഫെസോസ് മുതൽ ലവോദിക്ക വരെ പറയുന്ന അടുത്ത അധ്യായങ്ങളിലേക്ക് സഭ. The 7 churches start from Ephesus to Laodicea. കണ്ടോ, 7 നിലവിളക്കുകൾ 7 സഭകളാകുന്നു. 7 lampstands are 7 churches. 7 നക്ഷത്രം ആ സഭകളുടെ ദൂതന്മാരാകുന്നു. The 7 stars are 7 angels of the church. അഥവാ സഭകളുടെ ശുശ്രൂഷകന്മാരാകുന്നു. Which means they are ministers of the church. ശുശ്രൂഷകന്മാർ കർത്താവിന്റെ കയ്യിൽ സുരക്ഷിതരാണ്. The ministers are saved in God's hands. നക്ഷത്രം എന്നാണ് അവിടെ വിളിച്ചിരിക്കുന്നത്. Stars is what has been emphasized. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. The 7 stars are the 7 angels of the churches. 7 നിലവിളക്കുകൾ 7 സഭകളാകുന്നു. The 7 lampstands are the 7 churches. നക്ഷത്രങ്ങൾ കർത്താവിന്റെ കയ്യിലാണ്. Stars in the right hand of God. നിലവിളക്കുകളുടെ നടുവിൽ നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. In the midst of the lampstand of God lives. Hallelujah. ഒരു ദൈവദാസൻ ഒന്നിനായി ഭയപ്പെടാതെ സത്യത്തിൽ കാത്തിരിക്കുന്ന കാര്യം മനസ്സിലായോ? You understand why a minister stands only for truth? ആ വ്യക്തി കർത്താവിന്റെ പന്തികളിലായിരിക്കുന്നത്. Because a minister is the hand of God. Hallelujah. അവർ ഉൾക്കൊള്ളാൻ ആരെയും ഭയപ്പെടുന്നില്ല. So except that, do not fear anybody. Hallelujah. ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല. സഭകളുടെ നടുവിൽ നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. In the midst of the churches, our Lord lives. ഹല്ലേലൂയ. Hallelujah. ആ കർത്താവ് 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നോക്കുക, കർത്താവ് വെളിയിലായി പോയി. Over here, our Lord is outside. സഭയിൽ അകത്തുണ്ടായിരുന്ന കർത്താവ് വെളിയിലായി പോയി. The Lord who was inside the church, right now is outside. എന്താണ് ഇവിടെ സംഭവിച്ചത്? What happened over there? ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ നന്നായി മനസ്സിലാക്കണം സഹോദരൻ. You have to understand that deeply now. യേശുക്രിസ്തു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു.
Jesus Christ selected 12 disciples. അതിൽ ഒരുത്തനെ സാത്താൻ ഉപയോഗിച്ചു. One person was used by Satan. നമുക്കറിയാവുന്ന യൂദ. We know Judas Iscariot. അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ അവനെ കുറിച്ച് അപ്പോസ്തലൻ പറയുന്നത് ആരംഭ ഭാഗത്ത് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ സാധിക്കും. The apostle talks about him in Acts of Apostles. ഒന്നാം അധ്യായം Chapter 1, 16ാമത്തെ വാക്യം. 16. സഹോദരന്മാരെ, പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്ത് നിവൃത്തി വരുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്കുലഭിച്ചിരുന്നു. കണ്ടോ? താഴെ നമുക്ക് അവന്റെ ജീവിത രീതിയെ കുറിച്ച് പോയ ഇടത്തെ കുറിച്ച് പറയുവാനായി സാധിക്കും. When we read the next verses, we know how he lived and what was he. In that Judas, Satan was available at that time. അതിന്റെ 24ാമത്തെ വാക്യം. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞു പോയ ഈ ശുശ്രൂഷയുടെ അവനൊരു സ്ഥലത്ത് നിന്ന് വന്നതാ. He came from a place. അവൻ ആ സ്ഥലത്തേക്ക് ഒഴിഞ്ഞു പോകേണ്ടി വന്നു. He needs to vacate that specific place. അവൻ ശുശ്രൂഷയിൽ ഉൾപ്പെട്ടവനായിരുന്നു. He was belonging inside the ministry. അവനെ യേശു തിരഞ്ഞെടുത്തതായിരുന്നു. Jesus selected him as well. അവൻ തിരഞ്ഞെടുത്തപ്പോൾ അവൻ പിശാചില്ലായിരുന്നു. When he was selected or elected, the Satan was not there. സാത്താൻ അവനിൽ കടന്നു. But Satan came inside him. ഇതുപോലെ In the same way, അപ്പോസ്തലന്മാർ 7 പേരെ തിരഞ്ഞെടുത്തു. the apostles selected 7 people. ആദിമസഭ ശക്തിപ്പെട്ടു. The first church was strong enough. കർത്താവിന്റെ സാക്ഷികളായി. Lord of people became the witness of our Lord. ദൈവാലയത്തിന്റെ ദൃശ്യമാകുന്ന തൊടിയോട് രണ്ടായി ചിതറി. If the churches were completely split into 2 different places, അത് കണ്ട പുരോഹിതന്മാരെല്ലാം രക്ഷിക്കപ്പെട്ടു. all the priests reconciled themselves and were redeemed. പുരോഹിതന്മാർക്ക് പരിഹാരമുണ്ട്. കർത്താവിന്റെ സഭയിലായി. The majority of the priests came inside the church. സാത്താൻ സഹിക്കുന്നില്ല. Satan could not take it. സഹിക്കുന്നവർക്ക് കുരിശിട്ട് അവസാനിക്കുന്നില്ല. He did not have anything even after the crucifixion. ശിഷ്യന്മാർ കണ്ടുകൊണ്ടുപോയി അവസാനിക്കുന്നില്ല. Even the disciples were being sent and everybody was forward. ശക്തിപ്പെടുന്നു. The church was becoming stronger. Everything is being overcome there. കൈകൾക്കൊണ്ടൊന്നും സാധിക്കില്ല. Nothing happened. There is no anybody who taken the hands. Hallelujah. ആ സമയത്ത് വിശ്വാസിയുടെ അകത്തൊരു ചെറിയ പ്രയാസമുണ്ടായി. At that time in the believer's heart there was a small ആ സമയത്ത് 7 പേരെ അപ്പോസ്തലന്മാർ തിരഞ്ഞെടുത്തു. At that time the 7 people were elected. അവരുടെ ഗുണങ്ങൾ ശ്രേഷ്ഠതയുള്ളതായിരുന്നു. But the character was very strong. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം. Acts 6. അപ്പോസ്തലന്മാർ തിരഞ്ഞെടുത്തവരെ കുറിച്ച് 1-ാമത്തെ വാക്യത്തിൽ വായിക്കാം. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ ആ. തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. 12 ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്ന യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞുകൊള്ളി. അവരെ ഈ വേലയ്ക്കാക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉച്ചരിക്കുമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഒത്തിരി പഠിക്കേണ്ട കാര്യങ്ങളാണ്. പാസ്റ്റർമാരുടെ ജോലി കണ്ടോ? ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉച്ചരിക്കും. അതൊക്കെ നമ്മൾ ഒത്തിരി മനസ്സിലാക്കേണ്ട സത്യങ്ങളാണ്. ദൈവങ്ങൾക്ക് ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉച്ചരിക്കും. ഞങ്ങൾക്ക് മറ്റു കാര്യങ്ങൾക്ക് സമയമില്ല. അതുകൊണ്ട് ഇവരെ തെരഞ്ഞെടുക്കാം. പക്ഷേ ഇവർക്ക് സാക്ഷ്യം വേണം, പരിശുദ്ധാത്മാവ് വേണം, ഇവരവർക്ക് നിറഞ്ഞവരായിരിക്കണം. ശരി, അങ്ങനെയുള്ള 7 പേര് ഈ വലിയ കൂട്ടത്തിൽ നാം തെരഞ്ഞെടുത്തു. അവർ അതിന്റെ 5-ാമത്തെ വാചകം. ഈ വാക്കുകൂട്ടത്തിനൊക്കെയും ബോധ്യമായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷന്മാരായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊക്കോറിയോസ്,
നിക്കനോർ, തീമോൻ, പർമെനോസ്, യഹൂദ മനസാരിയായ അന്തോക്യക്കാരൻ നിക്കലാവോസ് എന്നിവരെ തെരഞ്ഞെടുത്തു. ഏഴാമത്തവന്റെ പേരെന്തുവാ? ഒന്നാമത്തവന്റെ പേരെന്തുവാ? സ്തെഫാനോസ്. ഒടുവിലത്തവന്റെ പേര് നിക്കോലോവോസ്. ഇവരുടെ ഗുണങ്ങൾ ദൈവമക്കളെ കണ്ടോ? ഇവര് വിശ്വാസമുള്ളവരാണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണ്, നല്ല സാക്ഷ്യമുള്ളവരാണ്. ഒരാളുടെ സാക്ഷ്യമല്ല, ഈ വലിയ സമൂഹത്തിന് സാക്ഷ്യമുള്ളവരാണ്. This entire people were being testified in a good amount. എന്നാൽ ഇവരിൽ ഒരുവനെ പിശാച് കയ്യിലെടുത്തു. But out of one